ഇനി കോട്ടയം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകി ആരംഭിച്ച സെന്റ് ആൻസ് സ്കൂൾ 90 വർഷം പൂർത്തിയാക്കുകയാണ്. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. 90 തികയുന്ന സ്നേഹമമ്മ, തൊട്ടുതലോടുന്ന തെന്നലമ്മ, തോഴരാം പെൺകിടാങ്ങൾ നമുക്കോ തോരാത്ത സാന്ത്വന ഗീതമമ്മ, തോഴരാം പെൺകിടാങ്ങൾ നമുക്കോ തോരാത്ത സാന്ത്വന ഗീതമമ്മ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്ന മഹത്തായ ലക്ഷ്യം മുൻപിൽ കണ്ട് കോട്ടയം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന സെന്റ് ആൻസ് സ്കൂൾ നവതിയുടെ നിറവിലാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ ശ്രദ്ധേയമായ സ്ത്രീ സാന്നിധ്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ നിറവിലാണ് ഈ വിദ്യാലയ മുത്തശ്ശി 90ാം ജന്മദിനം ആഘോഷിക്കുന്നത്. കോട്ടയം അതിരൂപതയാണ് 1921 സ്കൂൾ സ്ഥാപിക്കുന്നത്. 1927 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1998 ഹയർ സെക്കൻഡറി സ്കൂളായി. വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറിയ സ്കൂൾ ഇതിനോടകം തന്നെ ലക്ഷ്യത്തിൽ ഏറെ മുന്നേറിയിരിക്കുന്നു. 1921 ഇതൊരു UP സ്കൂളായിട്ട് ആരംഭിച്ചെങ്കിലും 1927 ഇത് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1998 ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. ഇന്ന് ഇവിടെ എല്ലാം കൂടി 1250 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കോട്ടയം അതിരൂപത ഈ സ്കൂൾ ഏറ്റെടുക്കുകയും സ്ത്രീജനങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നത് ഇന്നിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ ആരംഭിച്ചത്. ദൈവത്തിനും രാജ്യത്തിനും വേണ്ടിയാണ് ഞങ്ങളുടെ സ്കൂൾ നിലനിൽക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം, ദൈവത്തിനും രാജ്യത്തിനും വേണ്ടിയെന്ന്. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു കുടുംബം തന്നെ നല്ല നിലയിലെത്തുകയും അവിടെയുള്ള എല്ലാവരെയും എഡ്യൂക്കേഷൻ നൽകാൻ ഒരു സ്ത്രീക്ക് പറ്റുകയും ചെയ്യും എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇക്കൊല്ലം നവതി ഞങ്ങൾ വെറുതെ ലളിതമായിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അത് വളരെ വലുതായിപ്പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തായിപ്പോയി. അതായത് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാർ ഇവിടെ വരികയും അത് ഉദ്ഘാടനം ചെയ്യുകയും 10,500 പേരൻസ് അന്ന് സന്നിഹിതരായി എന്നുള്ളത് ഞങ്ങളുടെ നവതി ആഘോഷത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പാഠ്യേതര രംഗങ്ങളിൽ സംസ്ഥാന തലങ്ങളിലടക്കം സ്കൂൾ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഈ കാലയളവിൽ നേടിയെടുത്തത്. കലോത്സവ വേദികളിലും കായിക രംഗത്തും സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവിസ്മരണീയമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLCക്ക് 100%, +2-ൽ 10 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിനും കുടുംബത്തിനും എന്ന സ്കൂളിന്റെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിൽ വിവിധ കർമ്മ പദ്ധതികളും നവതി വർഷത്തിൽ തയ്യാറാക്കുന്നുണ്ട്. നവതി ഉദ്ഘാടനം ഞങ്ങളെ ഈ ലോകം മുഴുവൻ എന്നെ അംഗീകരിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയും ഉദ്ഘാടനം ഇത്രയായപ്പോൾ അത് ഏതൊക്കെയാലും കുറച്ചുകൂടെ നല്ല നിലയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ അകത്ത് കൂട്ടുകാരത്തേക്ക് ഒരു കൈത്താങ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ക്ലാസ്സിലേക്കും ഓരോ കുടുക്ക കൊടുക്കുകയും ആ കുടുക്ക എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും കളക്ട് ചെയ്ത് അത് കൗണ്ട് ചെയ്ത് പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പേരൻസിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങൾക്ക് ശക്തമായ ഒരു PTA ഉണ്ട്. ആ PTAയുടെ സഹകരണത്തോടു കൂടി നവതി ആഘോഷങ്ങൾ ഈ വർഷം നന്നായിട്ട് നടത്താനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. പെൺകുട്ടി എന്ന പരിഗണന മാറ്റി നിർത്തി സമൂഹത്തിന്റെ ഏതു മേഖലയിലും ശോഭിക്കത്തക്ക വിധത്തിലുള്ള പാഠ്യേതര പരിശീലനമാണ് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്നത്. ജൂഡോയ്ക്കും റെസ്ലിംഗിനും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നല്ല ടീം സ്കൂളിനുണ്ട്. കലാരംഗത്ത് കുട്ടികൾക്ക് ലഭിക്കുന്നതും മികച്ച പരിശീലനമാണ്. മികവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സെന്റ് ആൻസ് ഇനിയും ഉയരങ്ങൾ താണ്ടാനുള്ള ശ്രമത്തിലാണ്. കുട്ടികളുടെ വാർത്ത, ജയ് ഹിന്ദ് ന്യൂസ്.